ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് മകനെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ചില മാസമായി തന്നോടുകൂടെ കാനഡയിലാണ് ആയിരിക്കുന്നത്. അതിനു മുമ്പേ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ കാനഡയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതിനായിട്ടും ദൈവം ഒരു അത്ഭുതകരമായി വിടുതൽ ആ മകൻ്റെ വെളിയിൽ അയക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ പ്രിയ സിസ്റ്റർ പ്രത്യേകമായി പ്രാർത്ഥന വിഷയം പറഞ്ഞേക്കുന്നത് കുടുംബ സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിലൊരു വലിയ ഐക്യതയും സമാധാനവും വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്, തലമുറയുമായിട്ട് ഇവർക്ക് കുടുംബമായ ആ ദേശത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി സ്വർഗത്തിലെ ദൈവം തുറക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയരെ, എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് പറയുന്നു. ഈ എപ്പിസോഡ് തീർന്നു കഴിയുമ്പോൾ ആർക്കും കടക്കാനല്ലാത്ത ദൈവം അവർക്ക് വേണ്ടി ഒരു വലിയ വാതിലും വഴിയും തുറക്കുകയാണ്. എല്ലാ നിലയിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും. ഇത് ആ കുടുംബത്തിൽ വളരെ വർദ്ധിക്കാൻ പോകുന്നതിനായി ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ആ കുടുംബത്തിൽ ഒഴുകട്ടെ, ദൈവപ്രവൃത്തി ഒഴുകട്ടെ. എൻ്റെ കൂടെ ആഴമായി പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ മുഖപക്ഷമില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനും വലിയ വിടുതലുകളും സമാധാനം അയക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കണം ഒരു ദൈവപ്രവൃത്തിക്കായി. നമുക്ക് ഒരുമിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രിയ സിസ്റ്ററിൻ്റെ മകനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും പൂർണ്ണ സൗഖ്യം പൂർണ്ണ വിടുതലും ആ മകൻ്റെ മേളിൽ വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ഇന്നു മുതൽ ആ മകൻ്റെ ഒരാൾ മാറിയവനെ പോലെ ആയിത്തീരേണ്ടതിനായി കർത്താവെ, അടുത്ത വിഷയം തൻ്റെ ഭർത്താവിനെ അത്ഭുതകരമായി സ്പർശിക്കണമേ അപ്പ. ഈ ദിവസങ്ങളിൽ ആ ദേശം എല്ലാം മാറി സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ദേശത്തിൽ കാനഡയിൽ ഇവർക്ക് ഒരുമിച്ച് കുടുംബമായി താമസിക്കാനുള്ള വഴി അങ്ങ് തുറക്കണം. കർത്താവ് അത് ചെയ്തനായി നന്ദി. വലിയ വിടുതലങ്ങ് അയച്ചനായി നന്ദി. കർത്താവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും വർദ്ധിക്കണം, വിടുതലുകൾ വർദ്ധിക്കണം അപ്പ. പൂർണ്ണമായി കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്ന. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശു കടക്കാരനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് എന്ന് പറഞ്ഞാൽ ഈ വചന സന്ദേശം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളുമ്പോൾ വചനത്തിനകത്ത് വെളിപ്പെടുന്ന വിടുതലുകൾ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടൊന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയും. ആഴമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ഏത് അനുഭവത്തിലാണോ എന്നെ കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ദൈവം വചനം അയച്ച് ചെയ്യാൻ പോകുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ പറ, ഈ വചനം അയക്കപ്പെടുന്നതാണ്. യെശയ്യാവ് 55-ാം അധ്യായം വ്യക്തമായി പറയുന്നു, പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ്റെ വചനമായിരിക്കും. അത് അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങിപ്പോകത്തുള്ളെങ്കിൽ വിശ്വസിക്കുക. ഇതാ പാറയെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ എൻ്റെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. എന്നെ കേൾക്കുന്നവരെ, വചനം അയക്കപ്പെടുന്നു, നിവർത്തീകരിക്കപ്പെടുന്നതാണ്. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്നു അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അയക്കപ്പെടുന്ന വചനം വേഗത്തിൽ ചിലത് ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്നവൻ്റെ വചനത്തിൻ്റെ ശക്തി
ശക്തി ഇതാ നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ആഴമായി വിശ്വസിക്കുക. ഇന്ന് ഈ വചനം ചിലവർക്ക് വെളിച്ചമാകാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ വചനത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. വചനം അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെട്ട വചനം ഒഴിഞ്ഞ പടകളെ നിറയ്ക്കുന്നതാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതാണ്. ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒന്നുകൂടെന്ന് പറഞ്ഞാൽ, ശബ്ദത്തിന് അധികാരമുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശബ്ദത്തിന് അധികാരമുണ്ട്. ഇതാ ശതാധിപൻ യേശുവിനോട് പറയുകയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിങ്ങൾ വിശ്വസിക്കാവോ? ആ പുറപ്പെടുന്ന ശബ്ദം ഇതാ ബാല്യക്കാരനെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, അയക്കപ്പെടുന്ന ശബ്ദത്തിൽ ഒരു അധികാരം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അസാധാരണമായ വാതിലുകൾ ഇതാ തുറന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്തത്. അതേ നിലയിൽ തന്നെ, ഒന്ന്, വചനത്തിൻ്റെ ദൈവത്തോളം ശക്തിയുണ്ട്. 2, വചനം വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, യോഹന്നാനിൽ നമ്മൾ തൊട്ട വാക്യം നിങ്ങൾ മറക്കരുത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ആ വചനം ജഡമായി തീർന്നു, അതാണ് യേശു. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുക. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിച്ചുകൊണ്ട് ഇതാ മുമ്പോട്ട് വഴിയില്ലെന്ന് പറയുന്നവന് ഈ വചനം പ്രകാശമായി വെളിപ്പെടുകയാണ്. അപ്പോൾ 1, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വചനം. 2, വഴിയെ തുറക്കുന്ന, പാതയെ പ്രകാശമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. 2, ഇത് പ്രമാണിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു. അതേപോലെ ഇത് വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതേ നിലയിൽ തന്നെ ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഇത് പ്രമാണിക്കുമെന്നുള്ള ആ തലത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഞാൻ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ അറിയാതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കുകയാണ്. അപ്പോൾ 1, വചനത്തിൻ്റെ ദൈവത്തോളം ശക്തിയുണ്ട്. 2, വചനം നമ്മെ വഴിതെളിക്കുന്നതാണ്. 3, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അനുഗ്രഹിക്കപ്പെടും. 4, ഈ വചനം എക്സ്റേ രശ്മികളെക്കാൾ ആഴത്തിൽ ഇതാ നിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. മറഞ്ഞിരിക്കുന്ന ചിലതിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എങ്കിൽ അടുത്തത്, ഈ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങൾ ശത്രു വെച്ചിട്ടുണ്ടെങ്കിലും ഈ വചനം എന്ന വാള് ഇതാ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോട് കൂടെ ഈ വചനത്തിൻ്റെ ആഴത്തിലൊന്ന് ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ ഇപ്പോൾ മുതൽ സംഭവിച്ചു തുടങ്ങട്ടെ. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. നാം കേൾക്കുന്ന വചനത്താൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ലോകം കാണാത്ത ചില വഴികൾ ഇപ്പോൾ മുതൽ തുറക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഴമായ ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവെ, ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതൊരു അതിശയത്തിൻ്റെ സമയമാണ്. എൻ്റെ കൂടെ അങ്ങനെ തന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ആഴമായൊരു വിടുതൽ, ആഴമായൊരു ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ ഇന്ന് പ്രകാശിക്കണം, ഇവരുടെ മേളിൽ ഇന്ന് വെളിപ്പെട്ട് വരണം. എൻ്റെ കൂടെ അങ്ങനെ വിശ്വസിക്കുന്ന ചിലർ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ശദ്രക്ക്, മേശക്ക്, അബ്ദിനോഗ്, ഈ 3 ചെറുപ്പക്കാരുടെ മുമ്പിൽ വലിയൊരു എതിർപ്പ് വെളിപ്പെട്ട് വരികയാണ്. ആ എതിർപ്പിൻ്റെ മുമ്പിൽ, ആ സാഹചര്യത്തിന് മുമ്പിൽ തീരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ അനുഭവത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ചിലവരും മധ്യത്തിൽ ദൈവം ആളയച്ച്, അല്ലെങ്കിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവന് വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നത് പോലെ ഈ 3 പേരുടെ മുമ്പിൽ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. ദാനിയേൽ പ്രവചനം ആഴമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ഇതാ
തീയിൽ നാലാമനായി ഇറങ്ങി വരികയാണ്. അവരെ ആരാണോ ബന്ധിച്ച് തീയിലിട്ടത് അവർ ഇതാ നെബൂഖദ്നേസർ ഭ്രമിച്ചെഴുന്നേൽക്കുകയാണ്. ഭ്രമിച്ചെഴുന്നേറ്റിട്ട് പറയുകയാണ്, നമ്മൾ 3 പേരെയാണ് ബന്ധിച്ച് തീയിലിട്ടത്, പക്ഷേ ഇതാ 4 പേർ കെട്ടഴിഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇനി സാഹചര്യത്തിൽ ഒരു വിടുതലില്ല, എൻ്റെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് വഴിയില്ലെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ഇറങ്ങി നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഭയങ്കര കാര്യം ചെയ്യാൻ പോവുകയാണ്. ആത്മാവിലത് പ്രാർത്ഥിക്കുക. ഇതാ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വാതിൽ തുറക്കാൻ പോകുന്നത് കാണാൻ കഴിയുകയാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഈ ദൈവവചന സന്ദേശത്തിനകത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം പ്രിയരെ. എൻ്റെ ദൈവം മതിയായവനെന്ന് പറയുന്നു. വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ ഈ ദൈവം വിടുവിക്കാൻ ശക്തനാണ്. അങ്ങനെ പറയുന്ന ചിലവർക്ക് വേണ്ടി ഞാൻ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 105-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നെ കേൾക്കുന്നവർ ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യോസഫിനെ കുറിച്ച് പറയുന്ന പദമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചിലവരെ അടുക്കലേക്ക് എൻ്റെ ദൈവം ആളയച്ച് വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായത്, എവിടെയാണോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാഞ്ഞത്, ഇതാ എൻ്റെ ദൈവം ആളയച്ച് നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് ആഴമായി നമുക്കിത് ചിന്തിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് ആളയച്ച് വിടുവിക്കുന്നു പറയുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് വേഗത്തിൽ അവനെ ഇറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നുവരെയും കാണാത്തൊരു വേഗത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. നാളുകളായി ജോലിയില്ലാതെ നിൽക്കുന്നവർ, നാളുകളായി ഒരു ഉയർച്ചയില്ലാതെ നിൽക്കുന്നവർ, നാളുകളായി ഭാരപ്പെട്ട് നിൽക്കുന്നവരെ അടുക്കലേക്ക് ഇതാ വേഗത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അവർ അവനെ കുണ്ടറയിൽ ഇറക്കി ക്ഷൗരം ചെയ്യിച്ചു. ഇതാ വസ്ത്രം മാറി രാജാവിൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് അർഹിക്കാൻ പറ്റാത്ത നിലയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അർഹതയില്ലാത്തിടത്തേക്കാണ് ഇതാ യോസഫ് കയറി ചെല്ലുന്നത്. കാരാഗ്രഹത്തിൽ നിന്ന് വേഗത്തിൽ മന്ത്രിപദം വരെ എത്തുക എന്ന് പറയുന്നത് അത് സാധാരണ കാര്യമല്ല. ദൈവം ഒരുത്തൻ്റെ കരം പിടിച്ചു എന്നുള്ളതിൻ്റെ ആഴമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ കരം ദൈവം പിടിക്കുകയാണ്. നിന്നെ അർഹതയില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്നുകൂടെ നോക്കിയാൽ എസ്തേറിൻ്റെ ജീവിതത്തിനകത്ത് അപ്പനും അമ്മയില്ലെങ്കിലും ആ രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾക്ക് ഇതാ ഹല്ലേലൂയ അവസരം ലഭിക്കുന്നു. എല്ലാ സ്ത്രീകളെക്കാളും എല്ലാ കന്യകമാരെക്കാളും അധികം പക്ഷം തോന്നി ഇതാ രാജാവ് അവളുടെ തലയിലേക്ക് കിരീടം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അർഹതയില്ലാത്തിടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. അർഹതയില്ലാത്തിടത്തേക്ക് ആളയച്ച് ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൂത് ആരുടെയൊക്കെ മേളിൽ ഇപ്പോൾ നിവർത്തിയാകുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. മാനുഷികമായി ഇനിയൊരു സഹായമില്ല, മാനുഷികമായി ഇനിയൊരു ആഹാരത്തിൻ്റെ പോലും മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏലിയാവിൻ്റെ ദൈവം രാവിലെയും വൈകിട്ടും കാക്ക അയച്ച് അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ ദൈവം എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെയും കാണാത്തൊരു ചലനത്തിനായി. ഹല്ലേലൂയ. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. കാക്ക ആർക്കും അപ്പം കൊടുത്തൊരു ചരിത്രമില്ല, പക്ഷേ ആർക്കും കൊടുക്കാത്ത ചിലവരെ കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി പുലർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. ആർക്കും തുറക്കാത്തത് ചിലതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇത് നിന്റെ സമയമാണ്. ഇത് നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവെ, ഈ ജനത്തിന് വേണ്ടി ഞാനിപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതത്തിലേക്ക് തിരിയുന്നതിനായി സ്തോത്രം. അതേ നിലയിൽ തന്നെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് ആർക്കും കയറി ചെല്ലാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് പ്രതീക്ഷകളെല്ലാം തീർന്നു എന്ന് ലോകം പറയുമ്പോൾ, അവൻ യാക്കോബിനെ കൊന്നു ഇനി പത്രോസിനെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വാക്തത്വമുള്ള വിശ്വാസമുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൂതനെ ദൈവം അയക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, വേഗത്തിൽ ചില ദൂതന്മാരുടെ ചലനം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി,
വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ മേൽ നിന്ന് വീണുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതാ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ ദൂതൻ ഇറങ്ങിയാണ്. ദൂതൻ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വെളിച്ചം വെളിപ്പെടുന്നു. അവൻ്റെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കെട്ടിയ ചങ്ങലകൾ അഴിയാണ്. ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൂതൻ്റെ വിസിറ്റേഷൻ നിന്റെ അടുക്കൽ വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെയും കാണാത്ത ചില ചലനങ്ങൾ സ്വീകരിക്കുക. അത് വെളിപ്പെട്ട് വരട്ടെ, അത് അത്ഭുതമായി തീരട്ടെ. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോന്ന് ചലിക്കുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് നിന്റെ വിഷയത്തിനകത്ത് താക്കോലിട്ട് തുറക്കാൻ കഴിയുന്ന ദൂതന്മാർ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൂതന്മാർ, ചില പേപ്പറുകളെ ചലിപ്പിക്കാൻ കഴിയുന്ന ദൂതന്മാർ ഇപ്പോൾ നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില അധികാരികളോട് ഇടപെടാൻ കഴിയുന്ന ദൂതന്മാർ ഇപ്പോൾ നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു ഭാഗത്ത് പ്രാർത്ഥന നടന്നു നോക്കി. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലവരോട് എനിക്ക് ദൂത് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാണാത്ത അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അസാധാരണമായതൊന്നും നിന്റെ വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ വെളിയിൽ അത് ചലിക്കാൻ തുടങ്ങട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ വെളിയിൽ വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, അളവില്ലാത്ത ചില വിടുതലുകൾ ഇപ്പോൾ ഈ ജനത്തിന് മേൽ അങ്ങ് പകരുകയാണ്. നിങ്ങൾ നോക്കേ, അങ്ങനെ ദൂതൻ ഇറങ്ങി പത്രോസിനെ എഴുന്നേൽപ്പിക്കുന്നു. അടുത്തത് നിങ്ങൾ നോക്കിയേ, 8ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ദൂതൻ അവരോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതാ ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിറക്കുകയാണ്, പിന്നാലെ വരാൻ പറയുകയാണ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അതിൻ്റെ 10ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. അവർ 1-ാം കാവലും 2ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതമേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. നിങ്ങൾ നോക്കേ, ദൂതൻ ഇതാ മനുഷ്യനടച്ച ചില വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഹെരോദാവ് എത്ര പൂട്ടിയാൽ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. അടുത്തത് നോക്കേ, 1ാമത്തെ വാതിൽ, 2ാമത്തെ വാതിൽ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിന്നോട് എതിരായിട്ട് നിന്റെ ജോലിയുടെ വാതിലുകൾ അടച്ച, നിന്നോട് വിരോധമായി നിന്ന് നിന്റെ ഉയർച്ചയുടെ വാതിലടച്ച, നിന്റെ വീടിൻ്റെ സ്വസ്ഥതയുടെ വാതിലടച്ച, അങ്ങനെ അനേക വാതിലുകൾ ശത്രു അടച്ചെങ്കിൽ ഇന്ന് വിശ്വസിക്ക്, എൻ്റെ ദൈവം ദൂതനെ അയച്ചത് തുറക്കാൻ പോവുകയാണ്. ഇതാ 1-ാം കാവലും 2ാമത്തേതും ദൂതൻ അവന് തുറന്നു കൊടുക്കുന്നു. ഇരുമ്പ് വാതിൽ സ്വതമേ തുറക്കുകയാണ്, പട്ടണ വാതിൽ. ആത്മാവിൽ സ്വീകരിക്ക്. നിന്റെ ജീവിതത്തിനകത്ത് ചിലതിപ്പോൾ സംഭവിക്കുന്നു ഞാൻ കാണുകയാണ്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആളെ അയച്ചത് ആ പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. വാക്തത്വമുള്ള ചിലവരുടെ വാതിലുകൾ തുറന്നു വരികയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി, അമ്മയുടെ ഉദരം മുതൽ 40-ലധികം വർഷമായി മുടന്നിലായി യാചകന്റെ രൂപത്തിൽ ഇരിക്കുന്നവനെ, ആലയത്തിന് മുമ്പിൽ യാചകനായി ഇരിക്കുന്നവന്റെ അടുക്കലേക്ക് പത്രോസ് യോഹന്നാൻ വരികയാണ്. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഉടനെ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അറിയാം, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പത്രോസിനെ പോലെ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഇതാ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ചിലവർ ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്, നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ എഴുന്നേൽപ്പിക്കുവാനായി. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 9-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിലേക്ക്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. 12-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ശബ്ദം അനന്യാസ് കേൾക്കുകയാണ്. അനന്യാസിനോട് ദൈവം പറയുകയാണ്, തർസോസുകാരനായ ശൗലിനെ നീ യൂദയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കണം, അവൻ്റെ മേളിൽ കൈവയ്ക്കണം. കാരണം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് ദൈവം ഇടപെട്ടു. അനന്യാസ് എന്നൊരാൾ വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, നിങ്ങളുടെ എഴുന്നേൽപ്പിന് വേണ്ടി ദൈവം ചിലവരെ അയക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചിലവരെ അയക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നോളൂ. 3 നേരം പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഇതാ സിംഹക്കുഴിയിൽ അടക്കിയാണ്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം രാജാവിൻ്റെ ഉറക്കത്തിൽ കിടത്തുകയാണ്. അധികാലത്ത് ഇതാ രാജാവ് വിഷമത്തോടെ ആ സിംഹക്കുഴിയുടെ അടുക്കൽ വരികയാണ്. ദുഃഖ ശബ്ദത്തോടെയാണ് ദാനിയേലേ എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ആ വാക്യം നമ്മളൊന്ന് വായിക്കാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ,
നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. 21-ാമത്തെ വാക്യം. ദാനിയേൽ രാജാവിനോട്, രാജാവിന് ദീർഘായുസ്സായിരിക്കട്ടെ. 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഈ വാക്യം ആഴമായ ഒരു വിടുതലാണ്. 3 നേരം പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും എൻ്റെ ദൈവം ആളയച്ച് നിന്നെ വിടുവിക്കും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയക്കുകയാണ്. വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ ഒരു എഴുന്നേൽപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ദാനിയേൽ സിംഹക്കുഴിയിലായി. ആ രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. അത് രാവിലെ രാജാവ് ഇതാ ദുഃഖശബ്ദത്തോടെ സിംഹഗുഹയുടെ അടുക്കലെത്തുമ്പോൾ ഇതാ ദാനിയേൽ രാജാവിനോട് മറുപടി പറയാണ്, എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ വായ ഇതാ ദൂതനെ അയച്ച് ദൈവം അടയ്ക്കാൻ പോവുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണ്. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇത് ചിലവർക്ക് വേണ്ടി ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണാൻ പറ്റും. കൊർന്നേലിയോസിൻ്റെ അടുക്കലേക്ക് വന്ന് പത്രോസിനെ വിളിക്കാൻ പറയുന്ന ദൂതന്മാർ ഇതാ നിനക്ക് വേണ്ടി ചില ഡെസ്റ്റിനിയെ തിരിക്കുന്ന പോലെ ഉന്നത അധികാരികളോട് ദൈവം ഇടപെടുകയാണ്. നിന്റെ പേപ്പറിനെ ചലിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിനകത്ത് നന്മകളെ വെളിപ്പെടുത്തുവാനായിട്ട്. കണ്ണുകളൊന്ന് അടച്ച് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഓരോ മക്കളുടെ മേളിലും വെളിപ്പെട്ട് വരികയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇയേഴ്സിന് മുന്നേ ആണ് എനിക്ക് ഈ ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങിയത്. ഞാൻ UK പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കാനിൽ അവരൊക്കെ എന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ ഡിലേ ചെയ്തു 1 മന്ത്, പിന്നെ ഓരോ ഇതിന്. അത് കഴിഞ്ഞിട്ട് അവർ സ്കാനിങ്ങിന് വിട്ടു, ക്യാൻസറിൻ്റെ ഇതിന്. അപ്പോൾ അവർ അവിടെ സ്കാനൊന്നും ചെയ്തില്ല. അവർ തിരിച്ചെന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പെയിൻ, എനിക്ക് പേഷ്യൻസിനെ തിരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, എപ്പോഴും പെയിനാണ്, ഉറങ്ങുമ്പോഴൊക്കെ പെയിനാണ്. ഞാൻ അപ്പുറത്തും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും, ഉറക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പെയിൻ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പം പാസ്റ്ററിനോട് ഇന്നലെ ഞാൻ പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, ഇന്ന് നീ സാക്ഷ്യം പറയും, നിനക്ക് സൗഖ്യം കിട്ടും. ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല. പാസ്റ്റർ എന്നോട് ക്ലിയർലി പറഞ്ഞു, ആ ഒരു വെയിൻ നിൻ്റെ എന്തോ ഇത് തടഞ്ഞു കിടക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ലെഗിലേക്കും ഹാൻഡിലേക്കും ഹെഡിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ആ പെയിൻ ഇല്ല, അവിടുന്ന് ഫുള്ളി പോയി. ദൈവത്തിനോട് 1000 നന്ദിയുണ്ട്. താങ്ക്സ് ടു ഗോഡ് ആൻഡ് പ്രാർത്ഥിച്ച പാസ്റ്ററിനും താങ്ക് യു സോ മച്ച്. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മളിപ്പോൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മളൊരു വലിയൊരു വഞ്ചനയിൽപ്പെട്ട് നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ഞാനും ഒരുപാട് അച്ഛനും എന്താ പറയുക, ഞങ്ങൾ നല്ല ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പം നമ്മളിതുപോലെ 3 വർഷം മുമ്പ് വിദേശത്ത് പോകാനായിട്ടൊരു ചാൻസിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഏജൻസിയിൽ കുറച്ച് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോൾ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒന്നിനും ഒരു അവസ്ഥയില്ലായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എടുക്കാൻ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് എൻ്റെ തന്നെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇപ്പം ന്യൂസിലൻഡിലാണ്, ഇപ്പം ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഉള്ളതെല്ലാം സ്പോൺസർ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് ആഫ്രിക്കയിൽ എത്താൻ പറ്റി. എനിക്ക് അവിടെ വളരെ സന്തോഷമാണ്. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 20-22 ദിവസമായി. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചിക്ക് ഭയങ്കര നിർബന്ധം വന്നു, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം,
ഇവിടെ പോസ്റ്ററായി ഒന്ന് കാണണം. എൻ്റെ ഈ സൗഖ്യമായി എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടും എൻ്റെ കൂടെ ഒന്നാമത് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ എപ്പോഴും ഏത് സമയത്തും ഞാൻ എൻ്റെ പാരൻസിനെ കുറിച്ച് പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ധൈര്യം. അവരുള്ളതുകൊണ്ടാണ്, ദൈവവും അവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ആമേൻ. ഒന്ന് കരമൊന്നടി. മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടിരുന്നപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ തിരിച്ച് വേറെ കമ്പനിയിലാണ് കയറിയത്. അവിടെ എന്താണോ നഷ്ടപ്പെട്ടത് അത് തന്നെ ഇച്ചായനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ ഇൻ്റർവ്യൂ നടത്തി. അത് 3 ഇൻ്റർവ്യൂവിലും പാസ്സായി. അതേ പ്രോജക്റ്റ് 2 ഇൻ്റർവ്യൂ പാസ്സായി. അതുകൂടാതെ അപ്രൂവൽ എടുക്കാനുള്ള ഇതും പെർമിഷൻ കൂടെ ഹസ്ബൻഡിന് കിട്ടി. അങ്ങനെ 3 ഇൻ്റർവ്യൂ ദൈവം എന്ത് പിശാചെന്ന് തട്ടിക്കളഞ്ഞുവോ അതിൽ 10 മടങ്ങ് അധികമായി 3 ഇൻ്റർവ്യൂ പാസ്സായി. ഇന്ന് ഇച്ചായനേക്കാൾ എക്സ്പീരിയൻസും സാലറിയും ഉള്ളവരുടെ സൂപ്പർവൈസറായിട്ട് നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകി അനുഗ്രഹിച്ച്. യേശുവിന് നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിന് ഒത്തിരി നന്ദി. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ഇപ്പോൾ തന്നെ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. ആ സൗഖ്യം നടക്കുന്നതിനായി നന്ദി, വിടുതൽ നടക്കുന്നതിനായി നന്ദി, ജോലിയുടെ വഴി തുറക്കുന്നതിനായി നന്ദി. യേശുവേ, ഓരോ മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാക്കണമേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു സാക്ഷ്യത്തിൻ്റെ സമയമാക്കണമേ. എൻ്റെ ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ പ്രിയരെ, തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും കുണ്ട്രയിലും തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഒരു ദിവസങ്ങളിൽ നേരിട്ട് വന്ന് ഒരു ആരാധന അറ്റൻഡ് ചെയ്യും, ആ വിടുതൽ അനുഭവിക്കുകയും ചെയ്യേണ്ടതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധികം പ്രവർത്തിക്കട്ടെ. ഒരുമിച്ച് നിങ്ങൾ വിശ്വസിക്കുകയും കടന്നു വരികയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മെസ്സേജുകൾക്ക് വേണ്ടി നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നേരിട്ട് കാണാനുള്ള അവസരങ്ങളുണ്ട്. നേരിട്ട് കടന്നു വരണമേ. വലിയ വിടുതലുകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമേ. കർത്താവ് എല്ലാം നിലയിൽ നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.